ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം പി എസ് സിയിലേക്ക് സ്വാഗതം. ഞാൻ സ്വാതി, സൈലം പി എസ് സിയിലെ ബയോളജി ഫാക്കൽറ്റിയാണ്. അപ്പോൾ പി എസ് സി എക്സാമിന് തയ്യാറെടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരുപാട് എക്സാമുകൾ ഇനി നമ്മൾ മുന്നിലുണ്ട് അല്ലെ, പ്രധാനപ്പെട്ട ഒരുപാട് എക്സാമുകൾ ഇനി വരാനിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പഠിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ബയോളജി എന്ന് പറയുന്ന ഭാഗത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഗം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ ഹോർമോണുകൾ. ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആവാനും കൂടെ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഈ ഹോർമോണുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതൊക്കെയാണ് ഈ ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ശരീരത്തിലുള്ള ആ വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്, പ്രധാനപ്പെട്ട ഗ്രന്ഥികൾ ഏതാണ്, ഹോർമോൺ ഏതാണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയാലോ, റെഡി അല്ലേ? അപ്പോൾ ഹോർമോണുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ ഹോർമോൺ എന്ന് പറയുന്നതിന് പകരം നമ്മൾ മനുഷ്യ ശരീരം പഠിക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിൽ ഓരോ ഭാഗവും ഓരോ വ്യവസ്ഥയായിട്ടാണ് പഠിക്കുക അല്ലേ. നമ്മൾ ദഹന വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, രക്തപര്യന വ്യവസ്ഥ ഇങ്ങനെ പഠിക്കാറുണ്ട്. എല്ലാം കൂടെ പഠിച്ച് നമ്മൾ അവസാനം വല്ലാത്തൊരു അവസ്ഥയിൽ എത്താറുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇതേപോലെ ഹോർമോൺ പഠിക്കുമ്പോൾ നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട വ്യവസ്ഥേൻ്റെ പേരാണ് അന്തസ്രാവി വ്യവസ്ഥ. എന്താണ് വ്യവസ്ഥേൻ്റെ പേര്? അന്തസ്രാവി വ്യവസ്ഥ എന്നാണ് പറയുക. ഓക്കെ, എൻഡോക്രൈൻ സിസ്റ്റം എന്നാണ് ഇംഗ്ലീഷ് പറയുക കേട്ടോ. അന്തസ്രാവി എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷാണ് ആക്ച്വലി എൻഡോക്രൈൻ സിസ്റ്റം അഥവാ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്ന വ്യവസ്ഥയ്ക്കകത്താണ് നമ്മൾ ആരെ പഠിക്കുക? ഹോർമോണുകളെ പറ്റി പഠിക്കുക. റെഡി? അപ്പോൾ ഇനി ഹോർമോൺ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് ചില ഹോർമോണിൻ്റെ പേരൊക്കെ ഓടി വരണം. ഇൻസുലിൻ എന്നൊക്കെ എന്തായാലും വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഇൻസുലിൻ ഉണ്ട്, തൈറോക്സിൻ ഉണ്ട്, തൈമോസിൻ ഉണ്ട്, പാരാത്തോർമോൺ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറില്ലേ. ഇതൊക്കെയാണ് നമ്മൾ ഹോർമോൺ. അപ്പോൾ എന്തായാലും ഇത് പഠിക്കുന്ന വ്യവസ്ഥയാണ് എൻഡോക്രൈൻ സിസ്റ്റം അഥവാ അന്തസ്രാവി വ്യവസ്ഥ. ഈ വ്യവസ്ഥയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ശരീരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന അവയവ വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇതിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് ചില ഗ്രന്ഥികളും അവ ഉണ്ടാക്കുന്ന അതിൻ്റെ സ്രവങ്ങളായ ഹോർമോണുകളുമാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഈ ഗ്രന്ഥികളെയാണ് നമ്മൾ അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. അന്തസ്രാവി വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗ്രന്ഥികൾക്ക് പറയുന്ന പേരാണെന്ത്? അന്തസ്രാവി ഗ്രന്ഥികൾ. ക്ലിയർ അല്ലേ? എൻഡോക്രൈൻ ഗ്ലാൻസ്, ഇംഗ്ലീഷ് വേർഡ് ജസ്റ്റ് നോട്ട് ചെയ്യുകയാണെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്നാണ് പറയുക. എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ്. ഓക്കെ, അതിൻ്റെ സ്രവങ്ങൾക്ക് പറയുന്ന പേരാണ് ഹോർമോണുകൾ. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തിൽ ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾക്ക് പറയുന്ന പേരാണ് അന്തസ്രാവി ഗ്രന്ഥികൾ, എൻഡോക്രൈൻ ഗ്ലാൻസ് എന്നാണ് പറയാം. ഹോർമോണിന് നമ്മൾ ഹോർമോൺ എന്ന് തന്നെയാണ് മലയാളത്തിൽ ഇംഗ്ലീഷിലാക്കിയിട്ടും പറയാം. റെഡി അല്ലേ? യെസ്. അപ്പോൾ ഈ ഹോർമോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പല സ്ഥലത്തും കാണപ്പെടുന്ന ഈ ഗ്രന്ഥികളാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ഗ്രന്ഥികളൊക്കെ ആവശ്യമുള്ള ഭാഗത്ത്, ഇപ്പം നമ്മളെ തലച്ചോറിനകത്ത് കാണപ്പെടുന്ന ഒരുപാട് അന്തസ്രാവി ഗ്രന്ഥികൾ അവിടെ നിന്ന് ഹോർമോൺ ഉണ്ടാക്കും. പക്ഷെ ആ ഹോർമോൺ പ്രവർത്തിക്കേണ്ടത് അവിടെ തന്നെയല്ല, ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തായിരിക്കും. അപ്പോൾ അത്രയും ദൂരത്തേക്ക് അത് ട്രാവൽ ചെയ്ത് വരണം അല്ലേ. അപ്പോൾ അങ്ങനെ വരാൻ പ്രത്യേകിച്ച് ഇതിന് കുഴൽ സംവിധാനമൊന്നുമില്ല. ഇങ്ങനെ ഒരു വാക്ക് കാണാം ടെക്സ്റ്റ് ബുക്കിൽ. എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ തലച്ചോറിനാണ് ഈ ഉള്ള ഗ്രന്ഥിയാണ് ഹോർമോണിന് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. ആ ഹോർമോണിന് വന്ന് പ്രവർത്തിക്കേണ്ടത് ശരീരത്തിൻ്റെ താഴെ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തലച്ചോറിൽ നിന്നുള്ള ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന് ഒരു സ്ത്രീൻ്റെ ഗർഭാശയത്തിനകത്ത് വന്നിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഗർഭാശയം ഇങ്ങ് താഴെ നിൽക്കുകയാണ് അല്ലെ, യൂട്രസ് എന്ന് പറയുന്നത് നമ്മളെ ഗർഭപാത്രം. അപ്പോൾ ഇത്രയും ദൂരത്തേക്ക് ഒഴുകി വരാൻ തലച്ചോറിന് ഇങ്ങോട്ട് കുഴലൊന്നുമില്ല. കറക്റ്റ് അതിന് വരാൻ വേണ്ടിയിട്ടുള്ള കുഴൽ സംവിധാനമില്ല. അതുകൊണ്ട് കുഴൽ സംവിധാനം ഇല്ലാത്തത് കൊണ്ട്, അത് ഈ ഒരു ഗ്രന്ഥിയല്ല, ഏത് അന്തസ്രാവി ഗ്രന്ഥിയാണെങ്കിലും അവരുണ്ടാക്കുന്ന ഹോർമോണിനെ അതിന് വേണ്ട സ്ഥലത്തേക്ക് ഒഴുക്കി വിടാൻ പ്രത്യേകിച്ച് കുഴലൊന്നുമില്ല. അതുകൊണ്ട് ഈ ഗ്രന്ഥികളെ നമ്മൾ കുഴലില്ലാത്ത ഗ്രന്ഥി എന്നുള്ള അർത്ഥത്തിൽ നാളീരഹിത ഗ്രന്ഥി എന്ന് പറയട്ടെ. കുഴലില്ലാത്ത ഗ്രന്ഥി എന്നൊക്കെ പറയുമ്പോൾ ഒരു ലുക്കില്ല. അതുകൊണ്ട് എന്താ നാളീരഹിത ഗ്രന്ഥി എന്ന് പറയാറുണ്ട്. നാളീരഹിത ഗ്രന്ഥി, ഡെക്റ്റ് എന്നാണ് അല്ലേ നാളി കുഴലിന് പറയാം. ഡെക്റ്റ് ഇല്ലാത്ത എന്നുള്ള അർത്ഥത്തിൽ ഡെക്റ്റ്ലെസ് ഗ്ലാൻസ് അഥവാ നാളീരഹിത ഗ്രന്ഥികൾ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ആ വാക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചതെന്ന് മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വരിക? ഇത്രയും ദൂരം എങ്ങനെയാണ് വരിക? കുഴലില്ലെങ്കിൽ പിന്നെ എങ്ങനെ വരും? നമ്മളെ ശരീരം മൊത്തം ഒഴുകുന്ന നമ്മളെ രക്തമില്ലേ, രക്തമല്ലേ ഓക്സിജനെ കൊണ്ടുവന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടുവന്നു, പോഷകങ്ങളെ കൊണ്ടുവന്നു. അതേപോലെ ആരെയും കൊണ്ടുപോയിക്കോളും? ഹോർമോണിനെയും കൊണ്ടും. ഓക്കെ, അപ്പോൾ രക്തത്തിൽ കൂടെയാണ് ഹോർമോണുകൾ സംവഹിക്കപ്പെടുന്നത്. അപ്പോൾ ഗ്രന്ഥികൾ ഉണ്ടാക്കി രക്തത്തിലേക്ക് കൊടുക്കും. രക്തമാണ് ഇതിനെ വഹിച്ച് വേണ്ട ഭാഗത്തേക്കൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഹോർമോണുകളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ശരീരത്തിലുള്ള വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അന്തസ്രാവി വ്യവസ്ഥ. ഓക്കെ, ഇംഗ്ലീഷ് പറയുമ്പം എൻഡോക്രൈൻ സിസ്റ്റം. ഈ വ്യവസ്ഥയിൽ നമ്മൾ പ്രധാനമായിട്ട് പരിചയപ്പെടുക കുറച്ച് ഗ്രന്ഥികളെയാണ്. ആ ഗ്രന്ഥികളെയൊക്കെ നമ്മൾ അന്തസ്രാവി ഗ്രന്ഥികൾ എന്നാണ് വിളിക്കുക. അന്തസ്രാവി ഗ്രന്ഥി എന്ന് വിളിക്കണമെങ്കിൽ അവരുണ്ടാക്കുന്ന സ്രവത്തിൻ്റെ പേര് എന്തായിരിക്കണം? ഹോർമോണുകൾ എന്നായിരിക്കണം. അപ്പോൾ ഹോർമോൺ
ഹോർമോണുകളെ നിർമ്മിക്കുന്ന ഗ്രന്ഥികളെയാണ് നമ്മൾ അന്തസ്രാവി ഗ്രന്ഥികൾ, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇവരുടെ ഈ സ്രവമായ ഹോർമോണിനെ ഒഴുക്കിവിടാൻ കുഴലൊന്നുമില്ല. അതുകൊണ്ട് കുഴലില്ലാത്ത നാളീരഹിത ഗ്രന്ഥി, ഡക്റ്റിലസ് ഗ്ലാൻഡ്സ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഗ്രന്ഥികളെ വിശേഷിപ്പിക്കുക. അപ്പോൾ അവരെങ്ങനെയാണ് പോകുന്നത്? രക്തത്തിൽ കൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞു അല്ലേ? റെഡി. അപ്പം മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജന്തുക്കളുടെ ശരീരത്തിലെ കാര്യമാണ് പറഞ്ഞത്, ഈ ഹോർമോണിൻ്റെ കാര്യം. ഇതേപോലെ തന്നെ സസ്യങ്ങളിലാണെങ്കിലും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്, സസ്യത്തിൻ്റെ പല പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഹോർമോണുകളെ ഉൽപ്പാദനം നടക്കുന്നുണ്ട്. സസ്യത്തിൽ ഇതെങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് വെറുതെ ഒന്ന് വായിച്ചു വെച്ചേക്കാം നമുക്ക്. വിവിധ തരത്തിലുള്ള ഹോർമോണുകൾ സസ്യങ്ങളിലും ജന്തുക്കളിലും ഒക്കെ കാണപ്പെടുന്നു. എല്ലാ ഹോർമോണുകളും എല്ലാ കോശങ്ങളിലും പോയിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നാ കൊടുത്തേ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഓക്സിറ്റോസിൻ ഇവിടെ നിന്ന് തലച്ചോറിനുണ്ടായി കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കേണ്ടത് ഗർഭാശയത്തിനകത്താണ്, വേറെ എവിടെയെങ്കിലും പോയിട്ടല്ല പ്രവർത്തിക്കുക. രക്തത്തിൽ കൂടെ എല്ലാ ഭാഗത്തു കൂടെയും ഒഴുകി വന്നാലും കറക്റ്റ് അതിന് പ്രവർത്തിക്കേണ്ട കോശത്തിനെ തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് അവിടെയാണ് പോയിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ ഹോർമോണുകൾ പോയിട്ട് എവിടെയാണോ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കുന്ന കോശത്തെ, ആ ഭാഗത്തുള്ള കോശങ്ങളെ പറയുന്ന പേരാണ് ലക്ഷ്യകോശം അല്ലേ? ഇപ്പം നമ്മൾ പറയും, ഇപ്പോൾ PSC ഒക്കെ പഠിക്കുകയാണെങ്കിലും നമ്മൾ കുറേ ഇങ്ങനെ ലക്ഷ്യമില്ലാതെ പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ ഏത് എക്സാം ആണോ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ സിലബസ് ഒക്കെ എടുത്ത് ആ ലക്ഷ്യത്തോടു കൂടി നമ്മൾ പഠിക്കുക. ഇപ്പോൾ PSC എന്നല്ല, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് കറക്റ്റ് ഒരു ലക്ഷ്യം ഉണ്ടാവണം അല്ലേ? വെറുതെ ഇങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നത് പോലെ ആയിട്ട് കാര്യമില്ല. നമ്മൾ എന്താണോ ഒക്കെ കുറച്ചൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ വേണമെന്ന് അറിയില്ല അല്ലേ? അപ്പോൾ ഈ ഹോർമോണിനാണെങ്കിലും വെറുതെ ഇങ്ങനെ ഒഴുകി എങ്ങോട്ടെങ്കിലും പോവല്ല, അതിന് കറക്റ്റ് പോയി പ്രവർത്തിക്കേണ്ട കോശത്തിനെ തിരിച്ചറിയാൻ പറ്റും. ആ കോശങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ലക്ഷ്യകോശം അഥവാ ടാർഗറ്റ് സെൽ എന്നാണ് പറയുക. ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലേ, ടാർഗറ്റ് സെൽ എന്നാണ് നമ്മൾ ആ കോശങ്ങളെ പറയുക. അപ്പോൾ ഇവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളെ പറയുന്ന പേരെന്താ? ടാർഗറ്റ് സെൽസ്. ഓക്കെ, ടാർഗറ്റ് സെൽ അഥവാ ലക്ഷ്യകോശങ്ങൾ എന്നാണ് പറയുക. നമുക്ക് മലയാളം ആണ് കുറച്ചും കൂടെ വാക്ക് കൂടുതലായിട്ട് വേണ്ടത്, അതുകൊണ്ട് ടാർഗറ്റ് സെൽ ഇംഗ്ലീഷ് ആണ്, ലക്ഷ്യകോശം എന്നും കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. മലയാളം വേർഡിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കണേ. ക്വസ്റ്റ്യൻസ് മലയാളത്തിലാണ് ഉണ്ടാവുക. റെഡി അല്ലേ ഗൈസ്? ഓക്കെ, ഇനി ഇവിടെ ഒരു കുഞ്ഞു ചിത്രം പറയുന്നുണ്ട് കേട്ടോ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ. ശരിക്കും ഈ ഹോർമോൺ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും SCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ റെഫർ ചെയ്യണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഡൗട്ടുള്ള ആൾക്കാരോട് പറയാണ്, 10ാം ക്ലാസ്സിൻ്റെ SCERT ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. 10ാം ക്ലാസ് പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ആക്കിയിട്ടാണ് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലാണ് ഹോർമോണായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുന്നത്. 10ാം ക്ലാസ്സിൻ്റെ പഴയ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പുതിയ ടെക്സ്റ്റ് ബുക്കുണ്ട്. അപ്പോൾ പുതിയത് വന്നാൽ നമ്മൾ പുതിയത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് 10ാം ക്ലാസ് നോക്കിയാൽ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ കിട്ടും. പിന്നെ കുറച്ചും കൂടെ ലെവൽ കൂടിയതെന്ന് പറയുമ്പം പ്ലസ് 1ൻ്റെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലസ് 1ൻ്റെ NCERT ടെക്സ്റ്റ് ബുക്കിലാണ് ബാക്കി കാര്യങ്ങൾ കിടക്കുന്നത്. യെസ്, റെഡി അല്ലേ? രണ്ടിലുണ്ട്, എല്ലാ ഗ്രന്ഥികളൊക്കെ സെയിം ആണ്. പ്ലസ് 1 ആകുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. യെസ്, റെഡി. ഇനി നോക്കിയോ, ഇവിടെ ഒരു ചിത്രം കൊടുത്തപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മളെ രക്തക്കുഴലിൻ്റെ ഭാഗമാണേ. ഈ രക്തക്കുഴലിൽ കൂടെയാണ് ഹോർമോണുകൾ ഇങ്ങനെ ഒഴുകി വരുന്നത്. ഇതാണ് ഹോർമോണിൻ്റെ തന്മാത്രകളാണ്. ഹോർമോൺ തന്മാത്രകൾ ഇങ്ങനെ രക്തത്തിൽ കൂടെ ഇങ്ങനെ ഒഴുകി വരികയാണ് അല്ലേ? ഹോർമോൺ തന്മാത്രകൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. ഇവരിങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് ഇതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ഈ കാണുന്ന കോശങ്ങൾ ആണ് ലക്ഷ്യകോശങ്ങൾ എന്ന് വിചാരിക്കുക. കറക്റ്റായിട്ട് അവർക്ക് ഈ ഹോർമോണിനെ പിടിച്ചെടുക്കാൻ സംവിധാനം, ഈ കോശത്തിൻ്റെ സ്തരത്തിൻ്റെ മുകളിൽ ഇവിടെ കണ്ടില്ലേ, ഈ കോശത്തിൻ്റെ സ്തരത്തിൻ്റെ മുകളിൽ ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ടൊരു സാധനം അല്ലേ? ഈ സിസ്റ്റം വെച്ചിട്ട് എന്ത് ചെയ്യാം? ഹോർമോണിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് ഈ ഹോർമോണിനെ ട്രാപ്പ് ചെയ്യാം. ഇപ്പം നമ്മളില്ലേ ഒരുപാട് സിഗ്നൽസ് ഒക്കെ ഉണ്ടെങ്കിലും, ഇപ്പോൾ ഇപ്പോൾ TV ഒക്കെയാണ് പണ്ട് നമ്മൾ ആൻറ്റിന അല്ലെ ഇങ്ങനെ തിരിച്ച് സിഗ്നൽ പിടിക്കുന്നില്ലേ, അതേപോലെ ഒരു ആൻറ്റിനയ്ക്ക് കറക്റ്റ് അതിൻ്റെ സിഗ്നൽ പിടിച്ചെടുക്കാൻ പറ്റൂലേ? അതേപോലെയാണ് ഇതൊരു ആൻറ്റിന പോലെ വിചാരിക്കും. ഓരോ കോശത്തിൻ്റെയും ഉപരിതലത്തിൽ എന്തുണ്ട്? കറക്റ്റ് ആൻറ്റിന പോലെയുള്ള സംവിധാനം അല്ലേ? അത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഹോർമോണിനെ അവർ കറക്റ്റായിട്ട് അവിടെ ഇങ്ങോട്ട് ട്രാപ്പ് ചെയ്തെടുത്തു. അപ്പോൾ ഓരോരുത്തർക്കും മറ്റവരെ തിരിച്ചറിയാൻ പറ്റും. വേണ്ടവരെ തിരിച്ചെടുത്ത് സെലക്ട് ചെയ്ത് വെച്ചോളും. യെസ്, അപ്പോൾ അതാണ് കൊടുത്തത്. അപ്പോൾ ഹോർമോൺ തന്മാത്ര കോശസ്തരത്തിൽ കാണപ്പെടുന്ന, ഒരു കോശത്തിൻ്റെ കോശസ്തരത്തിൽ കാണപ്പെടുന്ന ഹോർമോൺ ഗ്രാഹി, ഹോർമോണിനെ പിടിച്ചെടുക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് ഹോർമോൺ ഗ്രാഹി. അങ്ങനെ ഹോർമോൺ വരുമ്പം അവർ പിടിച്ചെടുക്കുന്നു. ഹോർമോൺ ഗ്രാഹി പ്ലസ് ഹോർമോൺ ഇവർ ഒരുമിച്ച് ചേർന്ന ഒരു സംയുക്തമാണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഹോർമോൺ തന്മാത്ര കോശസ്തരത്തിലെ ഗ്രാഹിയിലെത്തിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഈ ഹോർമോൺ തന്മാത്ര ആ ലക്ഷ്യകോശങ്ങളിൽ കാണപ്പെടുന്ന ഗ്രാഹിയുമായി ചേർന്ന് ശരിക്ക് രൂപപ്പെടുന്ന ഈ ഒരു സംയുക്തം ഇങ്ങനെ ഒരു സംഭവമായി മാറുന്നില്ലേ? അതിന് ശരിക്കും നമ്മൾ ഹോർമോൺ ഗ്രാഹി സംയുക്തം എന്നാണ് പറയുക. ഹോർമോൺ ഗ്രാഹി സംയുക്തമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ സാധനമാണ്. ഇത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ശ്രദ്ധിച്ച് കേട്ടേക്ക്. രക്തത്തിൽ കൂടെ ഹോർമോൺ ഇങ്ങനെ വരും.
അപ്പോൾ കൃത്യമായിട്ട് അതിനെ പിടിച്ചെടുക്കാനുള്ള കോശങ്ങളെ കയ്യിൽ ആ ഹോർമോണിനെ കറക്റ്റ് പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രാഹികൾ ഉണ്ടാവും. അത് വെച്ചിട്ട് അവരതിനെ പിടിച്ചെടുക്കുന്നു. എന്നിട്ട് രണ്ടും കൂടെ ചേർന്ന ഒരു രൂപമായി മാറുന്നു. ഹോർമോൺ ഗ്രാഹി സംയുക്തം എന്നാണ് ആ സമയത്ത് നമ്മൾ പറയാം. അപ്പോൾ ഹോർമോൺ കറക്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കോശത്തിനകത്ത് എന്ത് പ്രവർത്തനമാണോ ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഹോർമോൺ നിർദ്ദേശം കൊടുക്കും. അതിനനുസരിച്ച് ഈ കോശത്തിനകത്ത് എന്താണോ എന്തിനു വേണ്ടിയിട്ടാണോ ഹോർമോൺ വന്നത് ആ കാര്യം നിറവേറ്റുകയാണ് ചെയ്യുക. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അതേ കാര്യമാണ് ഇവിടെ കൊടുത്തത്. ഒരു ടെക്സ്റ്റ് ബുക്കിലെ ചിത്രമാണ്. അപ്പോൾ ഒന്നൊരു ചെറിയൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ലക്ഷ്യകോശം എന്താണ് എന്നുള്ള വാക്കും നാളീരഹിത ഗ്രന്ഥി എന്ന് എന്ത് വിളിക്കുന്നു എന്നുള്ളതൊക്കെ കിട്ടിയില്ലേ? ഇനി ഈ ഒരു ചിത്രം വെച്ചിട്ടാണ് നിങ്ങൾ പ്രാധാന്യത്തോടൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഹോർമോൺ എന്ന് പറഞ്ഞൊരു ടോപ്പിക് പഠിക്കാൻ പോകുന്ന ആൾ ആദ്യം തന്നെ ഈ ഒരു ചിത്രം ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് എത്രത്തോളം ഗ്രന്ഥികളെ പഠിക്കണം എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ഇതേ ചിത്രമാണ്. ഇത് പ്ലസ് 1 ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതാണ്. ഇത് നമ്മളെ 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ശരീരത്തിലുള്ള ഈ ചിത്രത്തെ കാണുന്ന ഇത്രയും ഗ്രന്ഥികൾ പഠിക്കണം. ഇതെല്ലാം ഏത് ഗ്രന്ഥികളാണ്? ഇത് മൊത്തം എന്ത് ഗ്രന്ഥികളാണ്? അന്തസ്രാവി ഗ്രന്ഥികളെ ചിത്രമാണ് കൊടുത്തത് കേട്ടോ. ഇതൊക്കെ അന്തസ്രാവി ഗ്രന്ഥികൾ ആണെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ എന്തിനുള്ള കഴിവുണ്ട്? ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇവർക്കെല്ലാം ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. യെസ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഓർഡറിൽ തുടങ്ങുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മളെ തലച്ചോറിൻ്റെ ഭാഗം, തലയിൽ അല്ലേ, തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ എത്ര ഗ്രന്ഥികളെ സ്ഥാനമാണുള്ളത്? ഒന്നെന്താ, പൈനിയൽ ഗ്രന്ഥി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥി ഉണ്ട് അല്ലേ. തലച്ചോറിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി അഥവാ പീനിയൽ ഗ്രന്ഥി. പേരെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഹൈപ്പോതലാമസ് ഉണ്ട്. തലച്ചോറിൻ്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. ഹൈപ്പോതലാമസ് തലച്ചോറിൻ്റെ ഭാഗമാണെന്ന് അല്ലേ. അപ്പോൾ ഹൈപ്പോതലാമസ് ഉണ്ട്, പൈനിയൽ ഗ്രന്ഥി ഉണ്ട്, പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഇതിൽ ചിലതിന് വേറെ പേരുണ്ടെങ്കിൽ പഠിച്ചു വെച്ചേക്കണേ. കാരണം ഒറ്റ പേര് മാത്രം പഠിച്ചു പോയിട്ട് അവസാനം ഇതിൻ്റെ വേറെ പേര് ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. പീയൂഷ ഗ്രന്ഥി അഥവാ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് വിളിക്കുന്ന സംഭവം. ഓക്കെ, ചിലപ്പോൾ ഇതിനൊക്കെ ഈ ഗ്രന്ഥി കുറച്ച് ഫേമസ് ആണ്. നമുക്കൊരു അത്യാവശ്യം ഒരു പോയിന്റ് മാത്രം ഇവിടെ നിന്ന് എഴുതുകയാണെങ്കിൽ ഇവരെയാണ് നമ്മൾ നായക ഗ്രന്ഥി എന്നൊക്കെ വിളിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. നായക ഗ്രന്ഥി മാസ്റ്റർ ഗ്ലാൻഡ് ആണ്. മാസ്റ്റർ ഗ്ലാൻഡ് മറ്റുള്ള എല്ലാ ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നവരാണ്. താഴേക്ക് കാണുന്ന മറ്റ് ഗ്രന്ഥികളൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മളെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ആണ് ശരിക്കും കൺട്രോൾ. അപ്പോൾ അവർ മറ്റുള്ളവരെയൊക്കെ നിയന്ത്രിക്കാൻ കഴിവുള്ളത് കൊണ്ട് മാസ്റ്റർ ഗ്ലാൻഡ് ആണ്, നായക ഗ്രന്ഥിയാണ് നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയാണ് വിളിക്കാം. അപ്പോൾ ശരിക്ക് ഇതിൻ്റെ മുകളിൽ പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഗ്രന്ഥിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗം കിടക്കുന്നത്. തലച്ചോറിൻ്റെ ഭാഗമാണ്, ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്നൊക്കെ നമ്മൾ കുറേ ഹൈപ്പ് കൊടുത്ത് പറയുന്നതാണ് അല്ലേ. ഈ ഹൈപ്പോതലാമസ് തലച്ചോറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കണം. അതേസമയത്ത് അന്തസ്രാവി ഗ്രന്ഥി കൂടെയായിട്ട് ആക്ട് ചെയ്യുന്നൊരു ഭാഗമാണ്. ഹോർമോണിനെ നിർമ്മിക്കാൻ കഴിവുള്ളവരാണ്. പീയൂഷ ഗ്രന്ഥിൻ്റെ മുകളിലാണ് ശരിക്കും നമ്മൾ ഹൈപ്പോതലാമസിൻ്റെ സ്ഥാനം. പീയൂഷ ഗ്രന്ഥിയാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്നത്. അയാളെ നിയന്ത്രിക്കുന്നത് ആക്ച്വലി ആരാ? ഹൈപ്പോതലാമസ് ആണ് കേട്ടോ. അപ്പം നായക ഗ്രന്ഥിൻ്റെ നായകനാണ്, അതയാളെ മാസ്റ്ററാണ്. അപ്പം മാസ്റ്റർ ഓഫ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. മാസ്റ്റർ ഗ്ലാൻഡ് ഏതാ? താഴെയുള്ള പിറ്റ്യൂട്ടറി, ഇതിൻ്റെ മാസ്റ്ററാണിത്. അപ്പം മലയാളത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ അധിനായക ഗ്രന്ഥി എന്ന് നമ്മൾ വിളിക്കുന്നത് ഏതിനെയാണ്? ഹൈപ്പോതലാമസിനെയാണ് കേട്ടോ. അധിനായക ഗ്രന്ഥി അഥവാ മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണ് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ തലച്ചോറിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അവർ ഓരോരുത്തരുണ്ടാക്കുന്ന ഹോർമോണിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് പഠിക്കുക, കൃത്യമായിട്ടാണ് പഠിക്കുക. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത് അല്ലേ. പിന്നെ പൈനിയൽ ഗ്രന്ഥി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കേട്ട് പരിചയമുള്ള ജസ്റ്റ് ഒരു വാക്കാണെന്ത്? ജൈവ ഘടികാരം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് അല്ലേ. ജൈവ ഘടികാരം എന്ന് വിളിക്കുന്ന, ബയോളജിക്കൽ ക്ലോക്ക് എന്നൊക്കെ വിളിക്കുന്ന ഗ്രന്ഥിയാണ് കേട്ടോ. ഇതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 1-2 കാര്യം മാത്രം എഴുതുന്നതാണ്. ഇതൊന്നുമല്ല, ഇനി ഒരുപാട് പോയിന്റുകൾ ഓരോ ഗ്രന്ഥിനെ പറ്റി നമുക്ക് പറയാനുണ്ട്. അപ്പം തലച്ചോറിൽ സ്ഥാനം, ഈ ഒരു ചിത്രം വെച്ചിട്ട് നമ്മളിപ്പോൾ സ്ഥാനം മാത്രമാണ് പഠിക്കുന്നത്. ഗ്രന്ഥിൻ്റെ സ്ഥാനം തലച്ചോറിൽ കാണപ്പെടുന്ന 3 എണ്ണം. ഇപ്പോൾ ഒരു ഓർഡർ ആക്കി പഠിക്കുകയല്ല. പൈനിയൽ ഗ്രന്ഥി, ചിലപ്പോൾ പീനിയൽ ഗ്രന്ഥി എന്നായിരിക്കും കൊടുക്കുക. ഇത് പ്രൊനൗൺസിയേഷൻ്റെ വ്യത്യാസം പോലെ വരും. പീനിയൽ, PINEAL എന്നാണ് സ്പെല്ലിംഗ്. അപ്പോൾ PI ആവുമ്പം പീനിയൽ എന്നും പറയാം, പൈനിയൽ എന്നും പറയും. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പീനിയൽ ഗ്രന്ഥി, ഇവർ 3ഉം എവിടെയാണ്? തലച്ചോറിലാണ്. പീയൂഷ ഗ്രന്ഥി എന്ന് വെച്ചാൽ പിറ്റ്യൂട്ടറിൻ്റെ തന്നെ പേരാ. പിന്നെ ഇങ്ങനെ താഴെ ഇറങ്ങി വരുമ്പോൾ എവിടെയാണ്? നമ്മളെ കഴുത്ത് അല്ലേ. കഴുത്തിൽ ശ്വാസനാളം ഒക്കെ തുടങ്ങുന്ന അവിടെയായിട്ട് കാണപ്പെടുന്ന നമ്മളെ ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. നാട്ടിലെല്ലാവർക്കും തൈറോയിഡാണ്. തൈറോയിഡ് അല്ലേ, എനിക്ക് തൈറോയിഡ് ഉണ്ട് എന്ന് പറയും. തൈറോയിഡ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥിയാണ്, എല്ലാവർക്കും ഉള്ള ഗ്രന്ഥിയാണ്. ഈ തൈറോയിഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കൂടുന്നതും കുറയുന്നതൊക്കെയാണ് ആൾക്കാരുടെ പ്രശ്നം. ഇതാണ് നമ്മൾ തൈറോയിഡ്
കൂടുതൽ കുറവെന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും തൈറോയ്ഡ് എന്ന് പറയുന്ന ഒരു സ്ഥാനം എവിടെയാണ്? നമ്മൾ കഴുത്തിലാണ് കാണുന്നത് അല്ലേ. കഴുത്തിൽ നിന്ന് ജസ്റ്റ് പറയാം, ശ്വാസനാളത്തിൻ്റെയൊക്കെ തുടക്കത്തിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് കേട്ടോ. തൈറോയിഡിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് മാത്രം പറയരുത്, അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറഞ്ഞാലാണ് കറക്റ്റ് ആവുള്ളൂ. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ്. ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് മാത്രം ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെയുള്ളത് പറയരുത്, അത് കരളാണ്. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ് കേട്ടോ. അന്തസ്രാവി ഗ്രന്ഥികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത് തൈറോയ്ഡ് ഗ്രന്ഥി ആണ്. ക്ലിയർ അല്ലേ? ഇനി ഈ തൈറോയ്ഡ് ഗ്രന്ഥിൻ്റെ പിറകു വശത്തായിട്ട് കാണപ്പെടുന്ന 4 ചെറിയ ഗ്രന്ഥികളുണ്ട്. ആ ഗ്രന്ഥികൾക്ക് പറയുന്ന പേരാണെന്ത്? പാരാതൈറോയിഡ്. തൈറോയിഡിൻ്റെ പിന്നിന്ന് പാരപണിയാണ് അല്ലേ. അപ്പോൾ പാരാതൈറോയിഡ് എന്നാണ് പറയാം. ഓക്കെ, പിന്നെ ഏതാ? നെഞ്ചിൻ്റെ ഭാഗത്താണ് ഇവിടെ കാണപ്പെടുന്നത് ഈ ഗ്രന്ഥീൻ്റെ പേര്. അപ്പം നെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ജസ്റ്റ് അവിടെ എഴുതി വെക്കല്ലേ. അല്ലെങ്കിൽ നമ്മളെ മാറല് എന്ന് പറയുന്ന നമ്മളെ സ്റ്റേണം എന്ന് പറയുന്ന അസ്ഥി, മാറല് ഒരു പരന്നരസ്ഥി, ഒറ്റരസ്ഥിയാണ്. അതിൻ്റെ പിറകിൽ കാണപ്പെടുന്ന ഹൃദയത്തിൻ്റെയൊക്കെ അടുത്തേക്ക് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് ഇത് തൈമസ് ഗ്രന്ഥി കേട്ടോ. അപ്പോൾ സ്ഥാനം നെഞ്ചിലാണെന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു ഗ്രന്ഥിയാണ് ജസ്റ്റ് ഏതത് കഴിഞ്ഞാൽ ഇത് നമ്മളെ കരളാണേ. കരളിൻ്റെ ചിത്രം അവിടെ കൊടുത്താണ്. കരൾ അന്തസ്രാവി ഗ്രന്ഥിയിൽ ഉൾപ്പെടുത്തണ്ട, പിന്നെ ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടി കരളിന് അവിടെ കൊടുത്താണ്. ഇതാണ് നമ്മളെ ഏറ്റവും വലിയ ഗ്രന്ഥി. പിന്നെ നമ്മളെ വൃക്കേൻ്റെ സ്ഥാനമാണ്. ശരിക്കും കരളിൻ്റെ ഉള്ളിലൊന്നും അല്ല വൃക്ക. ഇത് ചിത്രം എങ്ങനെ ജസ്റ്റ് ഒരു ഐഡിയക്ക് കൊടുത്താണ്. വൃക്ക നമ്മളെ ശരീരത്തിൻ്റെ പിറകിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിറകിലാണെന്ന് കാണിക്കാനാണ് അതിനെ എന്താ പറയുക, ഒന്ന് ലൈറ്റ് ആക്കിയിട്ട് കൊടുത്തേക്കുന്നത്. യെസ്, അപ്പോൾ ഇതാ വൃക്കേൻ്റെ മുകളിലായിട്ട് രണ്ട് വൃക്കേൻ്റെ മുകളിൽ കാണപ്പെടുന്ന ഗ്രന്ഥിക്ക് പറയുന്ന പേരാണ് അഡ്രീനൽ ഗ്രന്ഥി അല്ലേ. എവിടെയാണ്? വൃക്കയ്ക്ക് മുകളിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ. 2 എണ്ണം ഉണ്ട്. പിന്നെ ഏതാണ്? പിന്നെ നമ്മൾ ആമാശയത്തിൻ്റെ ഒക്കെ പൊസിഷൻ കഴിഞ്ഞ് ആമാശയം കഴിഞ്ഞ് ചെറുകുടൽ ഇങ്ങനെ തുടങ്ങി വരുന്നൊരു ഭാഗമുണ്ട്. ചെറുകുടലിൻ്റെ വളഞ്ഞൊരു ഭാഗം, അതിനെ നമ്മൾ പറയുന്ന പേര് പക്വാശയം എന്നാണ് കേട്ടോ. ഡിയോഡിനം അഥവാ പക്വാശയം എന്ന് പറയുന്ന ഭാഗത്ത് ഘടിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ഇവിടെ ഇങ്ങനെ വളഞ്ഞ ഭാഗം, ഈ മഞ്ഞ കളറിൽ കാണുന്നില്ലേ ഇങ്ങനെ ഇല പോലെ മഞ്ഞ, ഇതാണ് ഇത് പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ. പാൻക്രിയാസിൻ്റെ മലയാളം നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം, ആഗ്നേയ ഗ്രന്ഥി. ഏതാണ്? ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ്. ഇതാണ് നമ്മളെ ഇൻസുലിനും ഗ്ലൂക്കോസിൻ്റെ ലെവലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥി അല്ലേ. പിന്നെ പഠിക്കേണ്ട ഏതാ? വൃഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അണ്ടാശയം എന്ന് പറഞ്ഞ് സ്ത്രീകളെ പേരായിട്ട് പ്രത്യേകം കൊടുത്തു. എന്നുവെച്ചാൽ ഇതൊരു പുരുഷന്റെ ബോഡിയാണ് ഈ ചിത്രത്തിലുള്ളത്. പുരുഷനിലും സ്ത്രീയിലും ലൈംഗിക ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട ലൈംഗിക ഹോർമോണുകൾ ഉണ്ടാക്കുന്നതാണ്. പുരുഷന്റെ കേസിൽ വൃഷണവും സ്ത്രീന്റെ കേസിൽ അണ്ടാശയവുമാണ് ലൈംഗിക ഹോർമോണുകൾ ഉണ്ടാക്കുന്നത്. അപ്പം മനുഷ്യന്റെ ലൈംഗിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇവിടെ നിന്നും പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ഇത്രയും ഗ്രന്ഥികളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഈ കൂട്ടത്തിൽ നമ്മൾ എല്ലാ ഗ്രന്ഥിനെയും പഠിക്കണം. ഇപ്പോൾ നമ്മളൊരു കുഞ്ഞു സമയം എടുത്തിട്ട് ഒറ്റൊരു ഗ്രന്ഥിനെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് ഓർമ്മിച്ചെടുക്കാം. ഒക്കെ ഒരു റിവിഷൻ പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ബാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബാച്ചിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഗ്രന്ഥിയിലേക്ക് തിരിച്ചു വരികയാണേ. ഓക്കെ, യെസ്. ഇപ്പോൾ നിലവിൽ ഇനി നമുക്ക് VFAൻ്റെ ഒരു എക്സാം ഒക്കെ നടക്കാൻ പോകാം അല്ലേ. സെപ്റ്റംബറിൽ വരുന്ന നമ്മളെ VFA എക്സാമിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ ലാസ്റ്റ് മൊമെന്റിലേക്ക് ആർക്കെങ്കിലുമൊക്കെ ഇനിയും ബാച്ച് എടുക്കണം, ഈ കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എക്സാം ഓഫർ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് അറിയിക്കണം. LDC VFAൻ്റെ ബാച്ചിന് എക്സാം ഓഫറാണ്. എക്സാം ഓഫറായിട്ട് 50% ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോഴ്സ് ഫീ വരുന്നത് ഇപ്പോൾ 999 ആണ്. ഓക്കെ, അപ്പോൾ ഈ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ VFA സെപ്റ്റംബറിൽ വരുന്ന എക്സാം ആണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് 9995100800 എന്ന് പറയുന്ന നമ്പറിൽ കോഴ്സിൻ്റെ കാര്യങ്ങൾക്കും അറിയാനൊക്കെ വേണ്ടിയിട്ടും അഡ്മിഷനൊക്കെ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഹോർമോണും കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് എക്സാം ആണെങ്കിലും അവിടെ വേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. സ്ഥിരം എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പുതിയ ബാച്ചസും കൂടെ ഒന്ന് ജസ്റ്റ് പറയാം. VLGSൻ്റെ വേരിയസ് LGSൻ്റെ 2.0 ബാച്ച് ഉണ്ട്. ഓക്കെ, ഈ എല്ലാ ബാച്ചിൻ്റെ ഇതിൽ കാണുന്ന എല്ലാ ബാച്ചിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 വർഷമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എക്സാം എന്നാണോ അന്ന് വരെ. ഓക്കെ, 1 വർഷം അല്ലെങ്കിൽ എക്സാം വരെ ആയിരിക്കും കേട്ടോ. കോഴ്സിൻ്റെ ഫീ ഒക്കെ ഇവിടെ മെൻഷൻ ചെയ്യും. 1699 ഒക്കെയാണ് നമ്മൾ വേരിയസ് LGS ബാച്ച് 2.0ൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ യൂണിഫോം ബാച്ചിൻ്റെത് അതേപോലെ 1 ഇയർ തന്നെ 1999 ആണ് അതിന് ഫീ വരുന്നത്. പിന്നെ LDCൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. LDCൻ്റെ 2.0 ഓക്കെ 2027 ബാച്ചാണ് 1699 ആണ് 1999 ആണ് ഫീസ് വരുന്നത്. ഓക്കെ, എല്ലാത്തിനും 1 ഇയർ ആണ് വാലിഡിറ്റി. പിന്നെ നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ബാച്ച് ഓൾറെഡി ഉള്ള ബാച്ച് 2999 ആണ്. പിന്നെ LDCൻ്റെതും LGSൻ്റെ ഒക്കെ കോംബോ ബാച്ചാണ്.
അപ്പോൾ കോംബോ ബാച്ച് എന്ന് പറയുമ്പോൾ 299 ആണ്. അങ്ങനെ കുറച്ച് ബാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനും പഠിച്ചു തുടങ്ങാനൊക്കെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ബാച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ കാണുന്ന ഏത് ബാച്ചിനെ പറ്റി അറിയാനും അഡ്മിഷനൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് 9995100800 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ ടോപ്പിക്കിലേക്ക് ഒന്ന് കടക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഹോർമോൺസ് ഏതൊക്കെ ഗ്രന്ഥി ഉണ്ട്, ഹോർമോൺ ഉണ്ടെന്ന് ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള നമ്മൾ ഹോർമോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇൻസുലിനൊക്കെ കുറച്ച് ഒരു ഓർമ്മ വരും എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥിനെ പറ്റി അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. റെഡി? ഇവിടെ എന്താ, പാൻക്രിയാസിൻ്റെ വേറെ പേരാണ് ആഗ്നേയ ഗ്രന്ഥി. അപ്പോൾ എപ്പോഴും വേറെ പേരുകൾ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ പഠിച്ച കാര്യം എന്താ, ഇതിൻ്റെ പൊസിഷൻ എവിടെയായിരുന്നു, സ്ഥാനം? നമ്മൾ ആമാശയത്തിൻ്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പക്വാശയം എന്ന് പറയുന്ന ഭാഗം. ആമാശയത്തിൻ്റെ തുടർച്ചയായ എന്ന് പറയുമ്പം ആമാശയത്തിൻ്റെ ഭാഗമല്ല ആക്ച്വലി ഇവരെന്തിൻ്റെ ഭാഗം എന്നറിയോ? ചെറുകുടലിൻ്റെ ഭാഗം. ആമാശയം കഴിയും, എന്നിട്ട് ചെറുകുടലിൻ്റെ തുടക്കമാണ് കേട്ടോ. ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമാണ് പക്വാശയം എന്നുള്ള നോട്ട് ചെയ്യുക. ആദ്യ ഭാഗം, ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പക്വാശയം എന്ന് പറയുന്നത്. റെഡി അല്ലേ? ചെറുകുടലിൻ്റെ ഫസ്റ്റ് ആദ്യ ഭാഗം ഇങ്ങനെ സി ആകൃതിയിൽ വളഞ്ഞിട്ടുണ്ടാവുക. ആ വളവിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണിത് കേട്ടോ. അപ്പോൾ ഈ ചിത്രം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇതാണ് പക്വാശയം. അവിടെ ഘടിപ്പിക്കപ്പെട്ട ഇങ്ങനെ ഒരു ഇല പോലെ, ഒരു ലീഫ് പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണിത് നമ്മളെ പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇത് അങ്ങോട്ട് മനസ്സിലാക്കാം അല്ലേ? യെസ്. അടുത്ത എന്താ, ഇവർ ഏറ്റവും പ്രധാന ധർമ്മം നമ്മൾ പഠിക്കുന്നതാണ് രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണേത്, പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ പാൻക്രിയാസിൻ്റെ പ്രത്യേകതയാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഗ്രന്ഥി പ്രവർത്തിക്കുന്നത്. ക്ലിയർ അല്ലേ? അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമ്മൾ ഇതിനെ മധുരഗ്രന്ഥി എന്നൊക്കെ വിളിക്കാറുണ്ട്. ഗ്ലൂക്കോസ് അല്ലേ, അപ്പോൾ ഗ്ലൂക്കോസ് മധുരം എന്ന് പറഞ്ഞുകൊണ്ട് മധുരഗ്രന്ഥി അല്ലെങ്കിൽ സ്വീറ്റ് ബ്രെഡ് ഇങ്ങനെയൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു ഗ്രന്ഥിയൊക്കെയാണിത്. ഇത് അടുത്ത പോയിന്റ് പറയുകയാണെങ്കിൽ, ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയുന്ന ഈ ഗ്രന്ഥി അല്ലെ നമ്മളെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞു ഹോർമോണിനെ നിർമ്മിക്കുന്ന ഗ്രന്ഥിയാണെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥി എന്ന് വിളിക്കാം അല്ലേ? അപ്പോൾ ഈ ഗ്രന്ഥി എന്താ, അന്തസ്രാവി ഗ്രന്ഥിയാണ്, ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഹോർമോണിൻ്റെ പേര് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇൻസുലിൻ എന്നും ഗ്ലൂക്കഗോൺ എന്നും പേരുള്ള 2 ഹോർമോണിനെ ഇവർ നിർമ്മിക്കുന്നുണ്ട്. ഇൻസുലിനും ഗ്ലൂക്കഗോൺ, ഇതാണ് ഇവരുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട 2 ഹോർമോൺ. അപ്പോൾ ഹോർമോൺ ഉൽപ്പാദനം ഉള്ളത് കൊണ്ട് ഇതെന്ത് ഗ്രന്ഥിയാണ്, അന്തസ്രാവി ഗ്രന്ഥിയാണ്. പക്ഷേ ഈ ഗ്രന്ഥീൻ്റെ വേറൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഹോർമോൺ അല്ലാതെ എൻസൈമിന് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പറയില്ല കുമ്പിടിയാണ്, ഇവിടെയും കണ്ടു അവിടെയും കണ്ടു. അതേപോലെ നമ്മുടെ ശരീരത്തിൽ 2 സ്ഥലത്ത് മെയിൻ പ്രവർത്തനം, ഒന്ന് ഹോർമോണിന് ഉണ്ടാക്കുക, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവലൊക്കെ സെറ്റാക്കുക, ആ ഒരു പ്രവർത്തനമായി ബന്ധപ്പെട്ട് ഇവരെപ്പോഴും ഉണ്ടാവും. അതേസമയം ഇവർ ദഹനം നടക്കുന്ന സമയത്ത് അവിടെയും സഹായിക്കും. കാരണം നമ്മളെ ചെറുകുടലിനോടൊക്കെ ചേർന്നിട്ടല്ലേ, ചെറുകുടലിൻ്റെ ഈ ഭാഗത്താണ് ഘടിപ്പിച്ചേ. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് ദഹിപ്പിക്കലിൽ സഹായിക്കാൻ ഇവർക്ക് സുഖമല്ലേ അല്ലേ? ഇവിടെ നിന്ന് ദഹനത്തിനാവശ്യമായ ദഹനരസങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെറുകുടലിൻ്റെ പക്വാശയത്തിലേക്ക് കൊടുക്കും. എന്നിട്ട് അവിടത്തെ നടക്കുന്ന ഒരുപാട് ദഹനത്തിൽ മുഖ്യമായിട്ടുള്ള പങ്ക് വഹിക്കും. അപ്പോൾ ദഹനത്തിൽ സഹായിക്കാൻ വേണ്ടി അവർ നിർമ്മിക്കുക എൻസൈമിനെയാണ്, രാസാഗ്നിനെയാണ് സഹായിക്കുക. എൻസൈമുകളെ നിർമ്മിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഗ്രന്ഥിനെ, എൻസൈമിനെ നിർമ്മിക്കുന്ന ഗ്രന്ഥിനെ നമ്മൾ അന്തസ്രാവി എന്ന് പറയില്ല. അന്തറിൻ്റെ ഓപ്പോസിറ്റ് എന്താ, ബാഹർ അല്ലേ? അപ്പോൾ ബഹിർസ്രാവി ഗ്രന്ഥി എന്നാണ് പറയുക കേട്ടോ. ബഹിർസ്രാവി ഗ്രന്ഥികളായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആഗ്നേയ ഗ്രന്ഥി ഉണ്ടാക്കുന്ന ദഹനരസങ്ങളെ പറയുന്ന പേരാണ് ആഗ്നേയ രസം. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ പാൻക്രിയാസ് എന്നല്ലേ പറയുക. അപ്പോൾ പാൻക്രിയാറ്റിക് രസത്തിൻ്റെ ഇംഗ്ലീഷ് ജ്യൂസ് എന്നാണ് ഉണ്ടാവുക കേട്ടോ. പാൻക്രിയാറ്റിക് ജ്യൂസുകളെ ഉൽപ്പാദിപ്പിക്കുന്നു, എന്നിട്ട് ദഹനത്തിൽ സഹായിക്കുന്നു. അതുകൊണ്ട് ബഹിർസ്രാവി ഗ്രന്ഥിയുമാണ്. അപ്പോൾ അന്തർസ്രാവിയുമാണ് ബഹിർസ്രാവിയാണ് അല്ലേ? അന്തസ്രാവി ആൻഡ് ബഹിർസ്രാവി രണ്ടുമായതുകൊണ്ട് അവരെ നമ്മൾ പറയുന്ന പേര് സംയുക്ത ഗ്രന്ഥി എന്നാണ്. സംയുക്ത ഗ്രന്ഥി. ഇതിനൊക്കെ ഒരു ഇംഗ്ലീഷ് വേർഡ് കൊടുക്കുകയാണെങ്കിൽ അന്തസ്രാവിക്ക് എൻഡോക്രൈൻ എന്നാണ് പറയുക. ഇതിനെ നമ്മൾ എക്സോക്രൈൻ എന്നാണ് പറയട്ടെ. ഇംഗ്ലീഷ് എന്താ, എക്സോക്രൈൻ. ബഹിർസ്രാവിൻ്റെ ഇംഗ്ലീഷാണ് എക്സോക്രൈൻ. അപ്പോൾ സംയുക്ത ഗ്രന്ഥി എന്നുള്ളതിന് പറയുക ഹെറ്ററോക്രൈൻ എന്നാണ്. ഹെറ്ററോക്രൈൻ ഗ്ലാൻഡാണ്. അപ്പോൾ ഇവിടെ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അന്തസ്രാവി ഗ്രന്ഥിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇൻസുലിൻ ഗ്ലൂക്കഗോൺ ഹോർമോൺ ഉണ്ടാക്കുന്നു, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ശരിക്കും ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ആ ഭാഗമാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ദഹനത്തിലാണ് ബഹിർസ്രാവിൻ്റെ റോള് പഠിക്കുക. ബഹിർസ്രാവി ഗ്രന്ഥിയുമായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിവുണ്ട്. എന്നിട്ട് ദഹനരസങ്ങൾ ഉണ്ടാക്കും. ആഗ്നേയ രസം എന്നൊക്കെ അറിയപ്പെടുന്ന ദഹനരസം, അതിൽ ഒരുപാട് തരം എൻസൈമുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവർ
ദഹനത്തിൽ സഹായിക്കും. അങ്ങനെ അവിടെയും ഇവിടെയും രണ്ട് കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് ഇവരെ നമ്മൾ സംയുക്ത ഗ്രന്ഥി എന്നാണ് പറയുക. ഒരുപാട് അന്തസ്രാവി ഗ്രന്ഥികൾ പഠിക്കുന്നുണ്ടെങ്കിലും പാൻക്രിയാസിൻ്റെ സവിശേഷതയാണ് ഇത്. ഓക്കെ, അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഗ്രന്ഥിയാണ്. ക്ലിയർ അല്ലേ? പറഞ്ഞത് കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, ടോപ്പിക്ക് ഹോർമോൺ ആയതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുക കേട്ടോ. ഓക്കെ അല്ലേ ഗൈസ്? റെഡി? ഇനി അടുത്ത നോക്കിയേ, ഇതാണ് ആ ഗ്രന്ഥീൻ്റെ കറക്റ്റ് സ്ഥാനം കേട്ടോ. ഇതാണ് ആ ഗ്രന്ഥി. ചിത്രം നോക്കി, നല്ല ഭംഗിയാണ് അല്ലേ? നമ്മളെ പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രമാണ്, 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ. നല്ല ഭംഗിയിൽ ഇങ്ങനെ ഒരു ഇല പോലെ ഉണ്ട് അല്ലേ ചിത്രം കാണുമ്പോൾ ഗ്രന്ഥി. ഈ ഗ്രന്ഥി ഘടിപ്പിച്ച് ഈ വളഞ്ഞ സാധനമില്ല, ഇതാണ് നമ്മളെ പക്വാശയം. ഓക്കെ, ഇതാണ് പക്വാശയം എന്ന് പറയുന്ന ചെറുകുടലിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ ബാക്കി അങ്ങോട്ട് ചെറുകുടലുണ്ടാവും കേട്ടോ, ചെറുകുടലായി മാറും. ഇവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് മുകളിൽ ഇവിടെയായിട്ടാണ് നമ്മൾ കരളിൻ്റെ സ്ഥാനവും, കരളും പിത്തസഞ്ചിയൊക്കെയാണ് ഈ കാണിക്കുന്നത്. ഒരു എന്തൊക്കെയോ ചെടിയും പൂവൊക്കെ പോലെ തോന്നുന്നുണ്ടോ അല്ലേ? ഇത് പിത്തസഞ്ചിയൊക്കെയാണ്, പിത്താശയത്തിനാണ് പച്ച കളറിലൊക്കെ കാണിച്ചത്. ഒക്കെ പോട്ടെ, നമുക്കിത് പഠിക്കാം. ഈ ഗ്രന്ഥിയെ നമുക്ക് പഠിക്കണമെങ്കിൽ ഇതിനൊന്ന് മുറിക്കണം. ഇതിനെ മുറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നിറയെ കുറേ കോശങ്ങളുടെ കൂട്ടമാണ് അല്ലേ കാണുന്നത് അല്ലേ? ഇതാണ് ഹോർമോണിനുണ്ടാക്കുന്ന കുറേ കോശത്തിൻ്റെ കൂട്ടം. ഇതിനകത്ത് കാണപ്പെടുന്ന ഈ കോശങ്ങളുടെ കൂട്ടത്തെ പറയുന്ന പേരാണ്, വളരെ ഫേമസ് ആയൊരു പേരാണ്, കോശ സമൂഹങ്ങൾക്ക് പറയുന്ന പേരാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്താണ്? അയലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അയലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് മൊത്തം കോശത്തിൻ്റെ കൂട്ടത്തിന് പറയുന്ന പേരാണ്. ആ കൂട്ടം ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇങ്ങനെയുള്ള കുറച്ച് സെൽസും കൊടുത്തിട്ടുണ്ട്, പിന്നെ വേറൊരു കളറിൽ കൊടുത്ത ഈ ഒരു ടൈപ്പ്. ശരിക്കും 2 തരം കോശങ്ങളാണ്. അവരാണ് ഇങ്ങനെ ചെതറിക്കിടക്കുന്നത് അല്ലേ? 2 തരത്തിലുള്ള കോശങ്ങളാണ്. ആ തരത്തിലുള്ള കോശങ്ങളെ പറയുന്ന പേര്, 2 തരം കോശങ്ങളാണുള്ളത്. 2 കോശം എന്നല്ല, 2 തരം കോശങ്ങളാണ് കുറേ ആയിട്ട് ഇങ്ങനെ തോന്നുന്നത്. ആൽഫ കോശവും ബീറ്റ കോശവും. ആൽഫ കോശവും ബീറ്റ കോശവും, അതാണ് 2 തരം കോശം. ആൽഫ കോശമാണ് ആരുണ്ടാക്കുന്നത്? ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണിനെ നിർമ്മിക്കുന്നത്. ഓക്കെ, 2 ഹോർമോൺ അല്ലേ? ആൽഫ ബീറ്റ ആണ് 2 കോശം. അവർ ഓരോരുത്തരും ഓരോ ഹോർമോണിന് ഉണ്ടാക്കുന്നു. ആൽഫയാണ് ഗ്ലൂക്കഗോൺ ഉണ്ടാക്കുന്നത്, ബീറ്റയാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. ഇത് എത്ര പഠിച്ചാലും ചിലരെ കയ്യിൽ നിന്ന് ഇങ്ങനെ മറന്നുപോകും. അപ്പോൾ വെറുതെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ബീറ്റ അല്ലേ? ബീറ്റ എന്ന് എഴുതും പോലെ, ബാ എന്ന് എഴുതുന്നത് പോലെ നമ്മൾ ഏതക്ഷരം എഴുതുക? ഈ അല്ലേ എഴുതുക. അപ്പോൾ ബീറ്റയാണ് ഇൻസുലിൻ. ബായും ഈയും ഒക്കെ ഒരുപോലെ ഉണ്ടല്ലേ? ഞാനൊക്കെ എഴുതി വന്നാൽ അതേപോലെ ഉണ്ടാകും ചിലപ്പം. ഇനി ആൽഫ, ആൽഫ എന്ന് പറയുമ്പോൾ പിന്നെ ഇനി പഠിക്കണം, ഒന്ന് പഠിച്ചു വെച്ചാൽ പോരെ അല്ലേ? ആൽഫയാണ് ഏതുണ്ടാക്കുക? ഗ്ലൂക്കഗോൺ ഉണ്ടാക്കുക, ഗ്ലൂക്കഗോൺ ഉണ്ടാക്കുക. ഓക്കെ, ആൽഫ എന്നൊക്കെ പറയുമ്പോൾ അൽഫാം എന്നൊക്കെ, നമ്മൾ ഹണി അൽഫാം ഒക്കെ ഉണ്ടല്ലേ? അപ്പോൾ ഗ്ലൂക്കോസ് ഒക്കെ ഇട്ടാൽ മധുരമുള്ള അൽഫാം ഒക്കെ ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഗ്ലൂക്കഗോൺ ആൽഫയാണ്, ഇൻസുലിൻ ആണ് ബീറ്റയിൽ നിന്നുണ്ടാവുന്നത്. ഇവരെല്ലാ കോശങ്ങളെയും കൂടെ ചേർത്ത്, ആൽഫേനെയും ബീറ്റത്തിനും എല്ലാത്തിനെയും കൂടെ ചേർത്താണ് അയലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. കിട്ടിയോ ഗൈസ്? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? യെസ്. ഇനി നോക്കുക, ഇനി 1-2 കുഞ്ഞു കാര്യങ്ങളൊക്കെ, ഒരുപാട് പോയിന്റുകളുണ്ട് ഇവിടെ, നമുക്ക് കണക്ട് ചെയ്യാൻ ഒരുപാട് പോയിന്റ് ഉണ്ട്. നമുക്ക് നോക്കാം ജസ്റ്റ് എന്ന് പറയുമ്പോൾ, ഇവിടെ ഹോർമോണിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാൻക്രിയാസിലെ ഒരു കൂട്ടം കോശങ്ങൾക്ക് എന്താ നമ്മൾ പേര് പറയുക? അപ്പോൾ നമ്മൾ പഠിച്ചല്ലോ, എന്ത് പേരാ പറയുക? യെസ്, അയലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ് പറയുക. അയലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഓക്കെ, ലാംഗർഹാൻസ് എന്നാണ് പറയുക. ക്ലിയർ അല്ലേ? പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ എഴുതി നോക്കാം. ലാംഗർഹാൻസ് എന്നാണ് പറയാം. ഇനി അയലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ കാണപ്പെടുന്ന 2 തരം കോശങ്ങൾ ഏതൊക്കെയാണ്? 2 തരം കോശങ്ങൾ? ആൽഫ ആൻഡ് ബീറ്റ. ആൽഫയും ബീറ്റേനെയാണ് നമ്മൾ കാണുന്നത് അല്ലേ? ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? ആൽഫ ഏതാ ഉണ്ടാക്കുന്നത്? ഗ്ലൂക്കഗോൺ. ഓക്കെ, ഏതാണ്? ഗ്ലൂക്കഗോൺ ആണ്. ബീറ്റ ഏതാണ് ഉണ്ടാക്കുന്നത്? ഇൻസുലിൻ. ഓക്കെ, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിയും ഇയും ഒരേപോലെ ഉണ്ട് അല്ലേ? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ ഇവർ 2 പേരും കൂടെ ചേർത്തിട്ടാണ് നിയന്ത്രിച്ച് നിർത്തിത്തരുന്നത്. ഒരാൾ കൂടുമ്പോൾ കുറയ്ക്കണം, ഒരാൾ കുറയുമ്പം കൂട്ടണം, അങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൃത്യമായിട്ട് നിർത്തുന്നത്. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ്, ഇത് ഓരോരോ പോയിന്റ് നമുക്ക് ക്ലിയർ ചെയ്ത് പോലെ, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അപ്പോൾ നോർമലായി നിൽക്കാതെ അളവ് ഇങ്ങനെ കൂടി പോവാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് കൂടുമ്പോൾ കുറയ്ക്കാനുള്ള ഡ്യൂട്ടി ആരാ ചെയ്യേണ്ടതെന്ന് അറിയോ? അതാണ് നമ്മളെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ചെയ്യേണ്ടത്. അപ്പോൾ കൂടുമ്പോൾ കുറയ്ക്കാൻ ഇൻസുലിൻ വേണം. അപ്പോൾ ഇൻസുലിൻ്റെ ഉൽപ്പാദനം തകരാറിലാവുക, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന് നമ്മളെ ബോഡിയിൽ പ്രവർത്തിക്കാൻ പറ്റാതാവുക. ആ സമയത്ത് ഒരാൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം രോഗം. പ്രമേഹം, ഡയബറ്റീസ് മെലിറ്റസ് അല്ലേ? അപ്പോൾ ഇൻസുലിൻ ഹോർമോണിൻ്റെ തകരാറ് കൊണ്ട്, കുറവ് കൊണ്ട്, അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. അതുകൊണ്ടാണ് ഇൻസുലിൻ ഇല്ലാത്തതുകൊണ്ടാണ് പ്രമേഹ രോഗികൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഇൻസുലിൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് ഹോർമോണിനെ കുത്തിവെക്കുക ചെയ്യുന്നത് അല്ലേ? കാരണം ബോഡിയിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം തകരാറിലാണ്. അതുകൊണ്ട് പുറമേ നിന്ന് വാങ്ങി ഇൻസുലിനാണ് കുത്തിവെക്കുക. ഗ്ലൂക്കഗോണിനെ നമ്മളിവിടെ പ്രമേഹമായിട്ട് ബന്ധപ്പെടുത്തി പറയണ്ട. ഗ്ലൂക്കഗോൺ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുക, കുറഞ്ഞു പോകുമ്പോൾ കൂട്ടുന്ന ആളാണ്. അപ്പോൾ പ്രമേഹത്തിന് കാരണം ഇൻസുലിൻ ഇല്ലാത്തതാണ്. കൂടുമ്പോൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഇൻസുലിൻ ചെയ്യേണ്ടത്. ഇൻസുലിൻ ഇല്ലെങ്കിൽ
കുറയാതെ കൂടി അങ്ങോട്ട് പോകും. ഓക്കെ, ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിപ്പോകും. യെസ് അല്ലേ? അപ്പോൾ ഇൻസുലിനാണ്. ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ കൂട്ടുന്ന ഹോർമോണാണ് ഏത്? ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്, ഇൻസുലിനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയേണ്ടത്. അപ്പോൾ രക്തത്തിലെ പഞ്ചസാരേൻ്റെ അളവ് ക്രമാതീതമായിട്ട് ഉയരാണ്, ഇൻസുലിൻ ഇല്ല, അപ്പോൾ കുറയ്ക്കാൻ ആളില്ല, കൂടി ഇങ്ങനെ പോവാണ്. ഈ അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയുക? പ്രമേഹം എന്ന് പറയുന്നത്. പ്രമേഹം അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഡയബറ്റീസ് എന്ന് വിളിക്കാറുണ്ട്, ഡയബറ്റീസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ കറക്റ്റ് പേര് പഠിച്ചു വെച്ചേക്കണേ, ഡയബറ്റീസ് മെലിറ്റസ് എന്നാണ് പറയുക. ഡയബറ്റീസ് മെലിറ്റസ് എന്നതാണ് ആ രോഗത്തിൻ്റെ കറക്റ്റ് പേര്. ഡയബറ്റീസ് മെലിറ്റസ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ അല്ലേ ഗൈസ്? റെഡി? പ്രമേഹം വന്നാൽ മെലിഞ്ഞു പോകുന്നു അല്ലേ? ശരീരം മെലിഞ്ഞു പോകുന്നു. അങ്ങനെ ആലോചിച്ചാൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് കിട്ടും. കാരണം ഡയബറ്റീസ് ഇൻസിപ്പിഡസ് വേറെ പഠിക്കാനുണ്ട്. ഈ ഹോർമോൺ അല്ല, വാസോപ്രസിൻ അഥവാ ADH എന്ന് പറയുന്ന ഹോർമോണിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. അപ്പോൾ രണ്ടും മാറിപ്പോവരുത്. പ്രമേഹം വന്നാൽ മെലിഞ്ഞു പോകുന്നു, അപ്പോൾ ഡയബറ്റീസ് മെലിറ്റസ്. യെസ്, പ്രമേഹത്തിന് കാരണം അപ്പോൾ ഏത് ഹോർമോണിൻ്റെ അപര്യാപ്തതയാണ്? ഇൻസുലിൻ. ഓക്കെ, ഉറപ്പിച്ച് പറയാനി, ഇൻസുലിനാണ്. ഗ്ലൂക്കഗോൺ പറയണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നോക്കണ്ടല്ലേ? അപ്പോൾ ഒരു 100 ml രക്തം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മളെ രക്തത്തിൽ ഗ്ലൂക്കോസ് കറക്റ്റ് അളവിലാണോ നോർമൽ അളവിലാണോ എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ എത്ര അളവായിരിക്കും വേണ്ടത്? 100 ml രക്തം എടുത്ത് പരിശോധിക്കുമ്പം കറക്റ്റ് ഗ്ലൂക്കോസിൻ്റെ നോർമൽ അളവ് എന്ന് പറഞ്ഞാൽ 70-110 mg/100 ml. ഇവിടെ വെറുതെ എഴുതി വെക്കല്ലേ, 100 ml ഉള്ള അളവാണ്. 70-110 ആയിരിക്കണം. പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 70-110 എന്ന് പറഞ്ഞാൽ ശരിക്കും 110 വരെയും നമ്മൾ പറയരുത്, 100ൻ്റെ താഴെ ആയിരിക്കണം എന്നാണ് പറയുക. പ്രത്യേകിച്ച് ഇത് ഫാസ്റ്റിംഗ് ചെയ്ത് നോക്കുമ്പോൾ, പ്രഭാത ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുൻപേ ചെയ്ത് നോക്കുമ്പോൾ 70-100 പറയുന്നതാണ് കറക്റ്റ് കേട്ടോ. 70-100 mg. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ പണ്ടത്തേലൊക്കെ 70-110, ഇപ്പോൾ 70-100 എന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ചെയ്തതിന് ശേഷം വന്ന എക്സാമിലും 110 തന്നെയാണ് ഓപ്ഷൻ. ഇനി 110 കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം. നമ്മളെ പുതിയ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടെ ഒക്കെ ഓപ്ഷനിൽ വന്നാൽ ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെ, നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാം. രണ്ടും കൂടെ ചോദിച്ച് നല്ലൊരു ക്വസ്റ്റ്യൻ കയ്യിൽ നിന്ന് പോവല്ലേ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ഓക്കെ ഗൈസ്, റെഡി അല്ലേ? യെസ്. ഇനി അടുത്ത 1-2 കുഞ്ഞു സ്ലൈഡ്സും കൂടെ നോക്കുകയാണെങ്കിൽ എന്താ ഇതാ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കേട്ടോ. നമ്മൾ ഗ്ലൂക്കോസിന് പ്രമേഹം ഉണ്ടോ എന്നൊക്കെ ഡൗട്ടുള്ള ആൾക്കാർ ബ്ലഡും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കും അല്ലേ? അപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ആരോഗ്യമുള്ളൊരു വ്യക്തി, പ്രമേഹമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഫാസ്റ്റിംഗ് പോയിട്ട് ഗ്ലൂക്കോസിൻ്റെ ലെവൽ നോക്കുകയാണ്. ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പ്രഭാത ഭക്ഷണമൊക്കെ കഴിക്കുന്നതിൻ്റെ മുൻപേ FBS എന്നാണ് പറയുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ എത്രയേ പാടുള്ളൂ? അതാണ് 70-100 mg എന്ന് പറയുന്നത്. 100 അല്ലെ 110 ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പുതിയ ബുക്കിൽ ഇങ്ങനെയാണ് കൊടുത്തത്, 70-100, 100 വരെ, 100ൻ്റെ ഉള്ളിലായിരിക്കണം. ഇനി അവരെന്നെ എന്ത് ചെയ്യാറുണ്ട്? ഭക്ഷണം കഴിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കും അല്ലേ? ഭക്ഷണം കഴിച്ചതിന് ശേഷം അന്ന് 2 മണിക്കൂർ കഴിയട്ടെ, ഒന്ന് ദഹിച്ചൊന്ന് ചേരണ്ടേ, അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്നതിന് നമ്മൾ PPBS എന്നാണ് പറയുക. പോസ്റ്റ് പ്രാൻഡിയൽ എന്നാണ് ഫുൾ ഫോം. എന്ന് വെച്ചാൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നാണ് അർത്ഥം. ബ്ലഡ് ഷുഗർ നോക്കിക്കഴിഞ്ഞാൽ അതെത്രയായിരിക്കണം? 140 mg താഴെയായിരിക്കണം. അപ്പോൾ അതുവരെയാണ് 140 വരെയേ പാടുള്ളൂ, 140 കൂടാൻ പാടില്ല. അപ്പോഴൊക്കെയാണ് നോർമൽ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നു. ഇനിയിപ്പോൾ അയാൾക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നതിനനുസരിച്ചിട്ട് ഈ ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് നോക്കുമ്പോൾ 100ൻ്റെ ഉള്ളിലായിരിക്കണം. പക്ഷെ എങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും FBS ചെയ്യുന്ന സമയത്ത് എത്ര ചെയ്തിട്ടും 126 mg കൂടുതലാണെന്ന് വിചാരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കണേ. 100ൻ്റെ ഉള്ളിൽ വരേണ്ടതിന് പകരം 126 mg കൂടുതലായിട്ട് തന്നെയാണ് എപ്പോഴും റീഡിങ് കിട്ടുന്നതെങ്കിൽ അയാൾക്ക് പ്രമേഹം ഉണ്ട് എന്നുള്ളതിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ മുകളിൽ ഉയരുന്ന രോഗാവസ്ഥയാണ് ശരിക്കും എന്ത്? ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് മെലിറ്റസ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെന്നും കൂടെ കൺഫേം ചെയ്യുക. പ്രഭാത ഭക്ഷണത്തിന് മുൻപ് എപ്പോഴും 126 mg കൂടുതലാണെങ്കിലാണ് പ്രമേഹം ഉണ്ട് എന്നുള്ളത് നമ്മളൊന്നോട്ട് ഉറപ്പിക്കാം. ഇനി ഇതും ഈ പ്രമേഹം ഉണ്ടോ എന്നുള്ള അവസ്ഥ നോക്കുന്ന സമയത്ത് ഇത് ഇന്നലെ തുടങ്ങിയതാണോ അല്ലേ? കഴിഞ്ഞ ആഴ്ച ഞാൻ ആ വീട്ടിൽ നിന്ന് വല്ല ബിരിയാണിയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുറേ ഐസ്ക്രീമും ഒക്കെ കഴിച്ചപ്പോൾ വന്ന രോഗമാണോ? ഡൗട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ളവർക്ക് നോക്കാം ഇപ്പോഴാണോ ഇനി 2-3 മാസമായിട്ട് എനിക്ക് പ്രമേഹം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ അവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഇതൊക്കെ പുതിയ ബുക്കിൽ അപ്ഡേറ്റഡ് ആണ്. HbA1c എന്ന് പറയുന്ന ഒരു പരിശോധന നടത്താം. ആ സമയത്ത് അതിൻ്റെ നില ഒരു ശതമാനമായിട്ട് കാണിക്കുക. 5.7% താഴെയാണ് എന്നുണ്ടെങ്കിൽ നോർമലാണ്. അതിൽ കൂടുതലാണെങ്കിൽ അർത്ഥം എന്താ? കഴിഞ്ഞ ആഴ്ച തൊട്ട് വന്ന പ്രമേഹമല്ല, കുറച്ച് മാസങ്ങളായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാനാണ് HbA1c എന്ന് പറയുന്നൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. അതിൽ 5.7% താഴെയാണെങ്കിൽ നോർമലാണ്, മുകളിലാണെങ്കിൽ പ്രമേഹം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി എന്നാണ് അർത്ഥം.
അപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഇതൊക്കെ. അമിതമായ ദാഹം, ഇതൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലേ. അമിതമായ ദാഹം, ഇതുവരെ ഇല്ലാത്തതുപോലത്തെ കൂടുതൽ ദാഹം, ഭയങ്കരമായിട്ട് വിശപ്പ് കൂടുക, കൂടെ മൂത്രമൊഴിക്കൽ അല്ലേ, മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുക, പിന്നെ ശരീരത്തിൻ്റെ ഭാരം കുറയുക, ക്ഷീണം, ഇതൊക്കെയാണ് പ്രമേഹത്തിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ പിന്നെ ഓരോരുത്തരെ കണ്ണിനെയും വൃക്കേനെയും നാഡികളെയും ഒക്കെ ബാധിക്കും. നമ്മൾ കണ്ണിനെ ബാധിക്കുമ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി, കാഴ്ചശക്തിനെ ബാധിക്കും അല്ലെ, കാഴ്ചശക്തിക്ക് നഷ്ടപ്പെടും. ഡയബറ്റിക് നെഫ്രോപ്പതി, വൃക്കേനെ ബാധിക്കാം, വൃക്കേൻ്റെ പ്രവർത്തനം തകരാറിലാവും. ഡയബറ്റിക് ന്യൂറോപ്പതി, നമ്മളെ നാഡികളെ ബാധിക്കാം. അപ്പോൾ ഈ പ്രാഥമിക ലക്ഷണം കാണുമ്പം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഡയറ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ കൺട്രോൾ ചെയ്യുക അല്ലെ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പ്രമേഹം എന്ന് പറയുന്ന സമയത്ത് 2 തരത്തിലുള്ള പ്രമേഹം പറയാറുണ്ട്. ടൈപ്പ് 1 പ്രമേഹമുണ്ട്, ടൈപ്പ് 2 പ്രമേഹമുണ്ട് അല്ലേ. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രമേഹം, ജുവനൈൽ ഡയബറ്റീസ്, അത് കുട്ടികളെ ശരീരത്തിൽ തന്നെയുള്ള ബീറ്റാ കോശങ്ങളെ നശിച്ചു പോകുന്നത് കാരണം ഉണ്ടാകുന്ന പ്രമേഹമാണ്. ടൈപ്പ് 2 എന്ന് പറഞ്ഞാലാണ് സാധാരണയുള്ള ഒരു പ്രായം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രമേഹം എന്ന് പറയുന്നത്. ജീവിതശൈലി ഭാഗത്തിൻ്റെ ആയിട്ടുണ്ടാകുന്ന പ്രമേഹം എന്നൊക്കെ. അങ്ങനെ പ്രമേഹം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് തന്നെ നമ്മൾ പാൻക്രിയാസ് എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ നമ്മൾ പറഞ്ഞാൽ തീരാത്തത്രയും പോയിന്റാണ്. നവംബർ 14 ലോക പ്രമേഹ ദിനമാണെന്ത്, നവംബർ 14. ഈ പ്രമേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നവംബർ 14 ലോക പ്രമേഹ ദിനം. നീലവൃത്തം പ്രമേഹ ദിനത്തിൻ്റെ ലോഗോയായിട്ടാണ് പറയുക അല്ലേ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. റെഡി അല്ലേ? യെസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നിപ്പോൾ ഒരൊറ്റൊരു ഗ്രന്ഥിൻ്റെ കാര്യം മാത്രമാണ് മനസ്സിലാക്കിയത്. ഇതേപോലെ ഓരോ ഗ്രന്ഥികളും ഹോർമോണാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ പഠിച്ച കുറേ കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും കൂടുതൽ ഇതേപോലുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്